എല്ലാവർക്കും നമസ്കാരം. അക്കാഡമിക്സ് PSCയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദമായിട്ടുള്ള സ്വാഗതം. എൻ്റെ പേര് അപൂർവദാസ്. അപ്പോൾ നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് മെയിൻസ് എക്സാമിനിൻ്റെ അടുത്തേക്ക് അങ്ങനെ എത്തിയിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി അല്ലേ, 75 ദിവസങ്ങൾ മുൻപ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളിൽ ഒരുപാട് ആളുകൾ 75 ദിവസം ഓരോരോ സബ്ജക്റ്റുകളായി കൃത്യമായിട്ട് പഠിച്ചു. അതിനുശേഷം ഓരോ 10 ദിവസവും കൂടുമ്പോഴുള്ള ടെസ്റ്റുകൾ നിങ്ങൾ എടുത്തു. അതിനിടയിൽ നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ പേപ്പർ 1 ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവയെല്ലാം പഠിച്ച് പല പല പരീക്ഷകൾ എഴുതി, ഫുൾ ടെസ്റ്റുകൾ എഴുതി, സെക്ഷണൽ ടെസ്റ്റുകൾ എഴുതി എക്സാമിന് തയ്യാറായിരിക്കുകയാണ് എന്ന് വിശ്വസിക്കുകയാണ്. നമ്മുടെ കോഴ്സ് ഓൾറെഡി എടുത്ത ആളുകളും അല്ല പോകുന്ന വഴിക്ക് സ്റ്റഡി പ്ലാനും മറ്റ് വീഡിയോകളും കണ്ട് പിന്നീട് പകുതിക്ക് വെച്ചൊപ്പം കൂടിയ ആൾക്കാരും സ്റ്റഡി പ്ലാൻ മുഴുവനായിട്ട് ഇങ്ങനൊരു സ്റ്റഡി പ്ലാൻ ഉണ്ട് എന്ന് അറിയാതെ പോയ ആളുകളും, അങ്ങനെ പല ആളുകളുടെ മെസ്സേജുകൾ, പല ആളുകളുടെ സംശയങ്ങൾ നമുക്ക് ലഭിക്കുകയുണ്ടായി. ഇതിൽ നിന്നും തിരഞ്ഞെടുത്ത ചില കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, സംസാരിച്ച ചില കാര്യങ്ങൾ. എന്നാൽ പരീക്ഷയ്ക്ക് മെയിൻസ് എക്സാമിനേഷന് പോകുന്നതിന് തൊട്ട് മുൻപ് നിങ്ങൾ ഏറ്റവും കൃത്യമായി ഓർക്കണം എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നോ ദീസ് തിങ്സ്, ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് എക്സാമിനേഷന് മുൻപായിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നതാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഉത്തരം കണ്ടെത്താൻ പോകുന്നത് നോക്കൂ, ഈ കാര്യങ്ങൾക്ക് ആണ്. എന്തൊക്കെയാണ്? നമ്മൾ പരീക്ഷയിൽ ഓൾറെഡി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അല്ലെ, പേപ്പർ 1 പഠിക്കണോ പേപ്പർ 2 പഠിക്കണോ, അതിൽ വ്യക്തമായിട്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡിസ്കഷൻ നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ ഓൾറെഡി തന്നിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് പേപ്പർ 1 ആണോ പരീക്ഷയ്ക്ക് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കേണ്ടത്, പേപ്പർ 2 ആണോ നിങ്ങൾ പരീക്ഷയ്ക്ക് കൂടുതൽ എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധ്യത കൂടുതൽ എന്നത് സ്ഥിരമായിട്ട് എന്ത് ചെയ്യുന്നത് ഒരു ചോദ്യമായിട്ട് വരുന്നത്. സർ, ഞങ്ങൾ പേപ്പർ 1 മാക്സിമം മാർക്ക് വാങ്ങാൻ നോക്കണോ അതോ പേപ്പർ 2 മാക്സിമം മാർക്ക് വാങ്ങാൻ നോക്കണോ? നമുക്ക് നോക്കാം. ദെൻ പേപ്പർ കംപ്ലീറ്റ് ചെയ്യണോ, നമ്മൾ പേപ്പർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കണോ അതോ പേപ്പർ കംപ്ലീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ലേ? എങ്ങനെയാണ് ശരിക്കും നമ്മൾ ഈ മെയിൻസ് എക്സാമിനേഷനെ അപ്രോച്ച് ചെയ്യേണ്ടത്? മറ്റൊന്ന്, വാട്ട് ഇഫ് ദ എക്സാം ഈസ് ടഫ്? സാറേ, പരീക്ഷ ടഫായാലോ? പരീക്ഷ ടഫായാൽ എന്ത് ചെയ്യും? എങ്ങനെയാണ് അതിൻ്റെ ഒരു വല്ലാത്ത ടെൻഷൻ ഉള്ളിലുണ്ട്. പിന്നെ ഈ കാര്യങ്ങൾ ഓരോന്നായി നമ്മൾ ചർച്ച ചെയ്ത് വന്നിട്ട് വി ഹാവ് ടു റീച്ച് അറ്റ് 3R ഫോർമുല. ഓൾറെഡി നിങ്ങൾ കുറേ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ടാകും, ചിലപ്പോൾ ഇത് ഓൾറെഡി ഈ 3R ഫോർമുലയുടെ വീഡിയോ കണ്ടിട്ടുണ്ടാകും. ഒന്നുകൂടി പരീക്ഷയ്ക്ക് മുമ്പ് പറയട്ടെ, 3R ഫോർമുല നമ്മൾ മനസ്സിലാക്കണം. ഓരോ കാര്യങ്ങളായി നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഒരു വലിയ വീഡിയോ അല്ല ഉദ്ദേശിക്കുന്നത്, വളരെ പിൻ പോയിന്റഡ് ആയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഓരോരോ കാര്യങ്ങളും കണ്ടുകൊണ്ട് നമുക്ക് ഈ വീഡിയോ വേഗത്തിൽ നമുക്ക് അവസാനിപ്പിക്കാൻ ശ്രമിക്കാം. ഓക്കെ ആണല്ലോ? ആദ്യത്തെ ഭാഗം ഓക്കെ, ഫൈൻ. എല്ലാ തവണയും ചെയ്യുന്നത് പോലെ തന്നെ ഇപ്രാവശ്യവും പറയട്ടെ, നമ്മളുടെ ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ്, നമ്മളുടെ സ്റ്റഡി പ്ലാനുകൾ, ഇനി വരാൻ പോകുന്ന എക്സാമുകളുടെ സ്റ്റഡി പ്ലാനുകൾ, വീഡിയോകൾ, മെറ്റീരിയലുകൾ, ക്വിസുകൾ, ഇവയെല്ലാം നിങ്ങൾക്ക് ലഭ്യമാക്കാനായിട്ട് അക്കാഡമിക്സ് PSC എന്ന് പറയുന്ന നമ്മളുടെ ടെലിഗ്രാം ചാനൽ അവൈലബിൾ ആണ്. നിങ്ങൾ അംഗങ്ങളായിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതിൽ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കാണാൻ സാധിക്കും, ഇത്തരത്തിലുള്ള നമ്മളുടേതായിട്ടുള്ള അപ്ഡേറ്റുകളെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, റൈറ്റ്, അതവിടെ ഇരിക്കട്ടെ. ആദ്യത്തെ ചോദ്യം, പേപ്പർ 1 പേപ്പർ 2 എക്സാം ഹാളിൽ കയറിയിട്ട് ഏത് പേപ്പർ 1 പേപ്പർ 2 നമുക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുക? എങ്ങനെയായിരിക്കും ഒരു രീതി എങ്ങനെയാണ് എന്നതാണ് ചോദിക്കുന്നത്. നോക്കൂ, രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെക്കണം. ഒന്നാമത്തേത്, പേപ്പർ 2 എന്ന് പറയുന്നത് കുറേ ആളുകൾ പറയുകയാണ്, സർ പേപ്പർ 2 എനിക്ക് ഒട്ടും പിടുത്തമില്ല, എന്താ ചെയ്യുക? നോക്കൂ, പേപ്പർ 2 ആർക്കും പിടുത്തമില്ല, മനസ്സിലാവുന്നുണ്ടോ? പേപ്പർ 2 പല പല ഭാഗങ്ങൾ ചില ആളുകൾക്ക് എന്താണ് ഫെമിലിയർ ആണ്. എന്നാൽ ഒരു 2 മോഡ്യൂള് ഇപ്പോൾ പബാഡ് എന്ന് പറയുന്നത്, UPSC പ്രിപ്പറേഷന് വേണ്ടിയിട്ട് പബാഡ് എന്ന് പറയുന്ന പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ കാര്യങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ മോഡ്യൂൾ 1 മോഡ്യൂൾ 2 കുറച്ചധികം എന്തായിരിക്കും, ഫെമിലിയർ ആയിരിക്കും. എന്നാൽ ആ ആൾക്ക് എൻവയോൺമെൻറ്റോ അല്ലെങ്കിൽ ഗവേണൻസോ പൊളിറ്റിയുടെ മറ്റ് ഭാഗങ്ങളോ അത്രയധികം അറിയണമെന്ന് നിർബന്ധമില്ല, മനസ്സിലാവുന്നുണ്ടോ? സോ പേപ്പർ 2 എന്ന് പറയുന്നത് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ എന്താണ്, എല്ലാവർക്കും, ഫോർ എവ്രി വൺ, അത് പ്രത്യേകം ആലോചിക്കണം. ഫോർ എവ്രി വൺ പേപ്പർ 2 എന്താണ്, പുതിയതാണ്. അതുകൊണ്ട് തന്നെ പേപ്പർ 2 എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഡിഫിക്കൽട്ടായിട്ട് എക്സാമിന് വരികയാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈസി ആവുകയാണെങ്കിൽ, അത് എല്ലാവരെയും എങ്ങനെ തന്നെ ബാധിക്കും, അതുപോലെ തന്നെ ബാധിക്കുമെന്ന് ആദ്യഘട്ടത്തിൽ നിങ്ങൾ മനസ്സിലാക്കാം. പിന്നെ രണ്ടാമത്, പ്രത്യേകം കഴിഞ്ഞ തവണ പറഞ്ഞിരുന്നു, പേപ്പർ 1 പേപ്പർ 2 പേപ്പർ 1 ഈസ് ഫെമിലിയർ ടു എവ്രി വൺ. പേപ്പർ 1 എല്ലാവർക്കും ഫെമിലിയർ ആണ് എന്നും നിങ്ങൾ തിരിച്ചറിയുക. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഏത് രീതിയിലായിരിക്കും നിങ്ങൾ അതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്? നോക്കൂ, പേപ്പർ 2 നിങ്ങൾ എന്ത് ചെയ്യണം, ഏറ്റവും ഉറപ്പുള്ള ശരിയായ കാര്യങ്ങൾ പെറുക്കിയെടുത്ത് ശരിയാക്കണം ആദ്യത്തെ ഘട്ടത്തിൽ, മനസ്സിലാവുന്നുണ്ടോ? അതിനുശേഷം എന്ത് ചെയ്യേണ്ടതുണ്ട്, നിങ്ങൾ പിന്നീടാണ് എഗെയിൻ നെക്സ്റ്റ് റൗണ്ടിലേക്ക് എന്ത് ചെയ്യേണ്ടത്, പോകേണ്ടത്.
ഓക്കെ, ഇനി പേപ്പർ 1 നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. പേപ്പർ 1 എന്ത് ചെയ്യാം? ജനറൽ ആയിട്ട് പറയാണ്, വാട്ട് ഇഫ് ദാറ്റ് പേപ്പർ ഈസ് ടഫ്. അതിലേക്ക് നമ്മൾ വരുന്നുണ്ട്. പേപ്പർ 1 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫെമിലിയർ ടു എവ്രി വൺ ആൻഡ് ദിസ് പേപ്പർ ഈസ് ഗോയിങ് ടു ബി, സാധാരണഗതിയിൽ ഞാൻ പറയുകയാണ്, എന്താണ്, ഹൈ സ്കോറിംഗ് ആവാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒരു PSC പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി സ്ഥിരമായി കാണുന്ന സബ്ജക്റ്റുകളാണ് എന്ത് ചെയ്യുന്നത്, പേപ്പർ 1 വരുന്നത്. ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ആ പേപ്പർ അങ്ങ് ടഫാക്കി കളഞ്ഞാൽ എന്തായിരിക്കും? എന്താക്കും? നിങ്ങൾക്ക് പ്രശ്നമാവോ? നോക്കൂ, എല്ലാവർക്കും പ്രശ്നമാകും. കാരണം എന്താണ്, എവറിബഡി ഈസ് റൈറ്റിംഗ് ദ എക്സാം. അപ്പോൾ ഇത്രയും ഫെമിലിയർ ആയിട്ടുള്ള ഒരു പേപ്പർ ടഫ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഫോർ എവറി വൺ ഇറ്റ് വിൽ ബി ടഫ്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ടഫ് ആയാലോ എന്ന ടെൻഷൻ എന്ത് ചെയ്യരുത്, ഓർക്കേണ്ടതില്ല. വല്ലാണ്ട് എന്ത് മനസ്സിലാക്കണം, ഈ ബേസിക് കോണ്ടെക്സ്റ്റുകൾ പേപ്പർ 2 കുറിച്ചും പേപ്പർ 1 കുറിച്ചും നിങ്ങൾ ഓർത്ത് വെക്കുക. അതായത് പേപ്പർ 2 എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ന്യൂ ടു എവ്രി വൺ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കുള്ള ടെൻഷൻ ഈ പേപ്പർ 2 എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഉണ്ടെന്ന് മനസ്സിലാക്കുക. പേപ്പർ 1 ആണെങ്കിലോ അതിൽ വെറുതെ പോയിട്ട് തെറ്റിച്ച് മാർക്ക് കളയരുത്. കാരണം ഇറ്റ് ഈസ് ഫെമിലിയർ ടു എവ്രി വൺ. സോ അതൊരു ഹൈ സ്കോറിംഗ് ഏരിയ ആകും. രണ്ടാമത്തെ കാര്യം, ഇനിയുള്ള 2 ദിവസങ്ങളിൽ നിങ്ങൾക്ക് വലിയ മാജിക്കുകൾ കാണിക്കാനുള്ള സമയമില്ല എന്നതാണ് ശരി. എന്നിരുന്നാൽ കൂടി പേപ്പർ 1 ഒരിക്കലും എന്ത് ചെയ്യരുത്, അതിനെ തമാശയായിട്ട് എടുക്കരുത്. കാരണം നോക്കൂ, നമ്മൾ നേരത്തെയുള്ള പേപ്പർ 1 ഓർ പേപ്പർ 2 വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പേപ്പർ 2 നിന്ന് നിങ്ങൾ 2 മാർക്കും 3 മാർക്കും 10 മാർക്കും വാങ്ങിയാലും പേപ്പർ 1 നിന്ന് നിങ്ങൾ 2, 3, 10 മാർക്ക് വാങ്ങിയാലും ഇത് എന്ത് തന്നെയാണ്, ഒരേ തൂക്കമാണ്, ഒരേ വെയിറ്റേജ് ആണ് അതിന് വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? കാരണം എന്താണ്, നിങ്ങൾ പേപ്പർ 2 ഒരു എന്താ പറയുക, 3/4 മണിക്കൂർ അതിന്റെ സ്റ്റേറ്റ്മെന്റുകളൊക്കെ വായിച്ച് വല്ലാണ്ട് എടുത്ത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുകയാണ്, നിങ്ങളൊരു 25 ചോദ്യം എഴുതുന്നു എന്ന് വിചാരിക്കൂ. പേപ്പർ 1 കുറച്ചുകൂടി എളുപ്പത്തിൽ അരമണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ 35 ചോദ്യങ്ങൾ എഴുതാൻ പറ്റിക്കഴിഞ്ഞാൽ ആ 35 ചോദ്യങ്ങൾ എഴുതുന്ന ആൾ എന്ത് ചെയ്യും, നിങ്ങളെക്കാളും 10 മാർക്ക് മുന്നിലേക്ക് പോകും. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക, നിങ്ങൾ 2 പേപ്പറും ഒരേ ഇമ്പോർട്ടൻസോടുകൂടി കണക്കാക്കണമെന്നുണ്ടെങ്കിൽ പോലും പേപ്പർ 1 ഒരു തരത്തിലുമുള്ള മിസ്റ്റേക്കുകൾ എന്ത് ചെയ്യരുത്, വരുത്തരുത്. കാരണം പേപ്പർ 1 ഈസ് ഗോയിങ് ടു ബി ഹൈലി സ്കോറിംഗ്. ഓക്കെ, ആ കാര്യം ആദ്യം ഓർത്ത് വെക്കുക. രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഓക്കെ, പേപ്പർ 1 ഞാൻ ജസ്റ്റ് പേപ്പർ 1 നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ എന്ത് ചെയ്യണം, ഒന്ന് ഉറപ്പിക്കണം എന്നതുകൊണ്ട് മാത്രം എന്ത് ചെയ്യുകയാണ്, കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ഹിസ്റ്ററി, ജിയോഗ്രഫി, എക്കണോമിക്സ് എന്നീ ഭാഗങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഓൾറെഡി നമുക്കറിയാം. നിങ്ങൾ ഒരു തവണ എഴുതിയ ഭാഗങ്ങളാണ് അല്ലെ. 21 മാർക്കിന് ഇവിടെ നിന്ന് വരുന്നുണ്ട്. ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് ഓൾറെഡി നിങ്ങൾക്ക് അറിയാം. ചുരുക്കി പറഞ്ഞാൽ സയൻസ് എന്ന് പറയുന്ന ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് തന്നെ എന്ത് വരുന്നുണ്ട്, 21 മാർക്കുകൾ വരുന്നുണ്ട്. നോക്കൂ, ആർട്സ്, ലിറ്ററേച്ചർ, സ്പോർട്സ്, കൾച്ചർ ഈ ഭാഗത്ത് നിന്ന് 11 മാർക്കുകൾ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. ഈ ഭാഗം ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു, കറണ്ട് അഫയേഴ്സ് പഠിക്കണോ എന്ന് ചോദിച്ചാൽ ഈ ഭാഗങ്ങളിൽ നിന്നും വേണമെങ്കിൽ എന്ത് ചെയ്യാം, കറണ്ട് അഫയേഴ്സിൽ നിന്ന് ചോദ്യങ്ങൾ വരാം. മനസ്സിലാവുന്നുണ്ടോ? ഇത് കറണ്ട് അഫയേഴ്സ് അല്ലേ സാർ എന്ന് ചോദിച്ചാൽ അവർക്ക് എന്ത് പറയാം, ഇതേ നോക്കിക്കേ, ഇതെന്താണ്, ഇത് സ്പോർട്സ് ആണ് എന്നും എന്ത് ചെയ്യാം, സുഖമായിട്ട് പറയാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഇത് നോക്കൂ, സ്പോർട്സ് ആണ്, അല്ലെങ്കിൽ ഇതെന്താണ്, ആർട്ട് അല്ലേ, ഇത് ലിറ്ററേച്ചർ അല്ലേ, സാർ ഒരു അവാർഡ് ചോദിച്ചു, അത് കറണ്ട് അഫയേഴ്സ് അല്ലേ, കറണ്ട് അഫയേഴ്സ് എന്താ എവിടെ തന്നിട്ടില്ല, സിലബസിൽ തന്നിട്ടില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കില്ല അല്ലെ. വൈസ് പ്രസിഡന്റിനെ കുറിച്ചുള്ള ഒരു ചോദ്യം വരികയാണെന്ന് വിചാരിക്കും. ഈ അടുത്ത് വൈസ് പ്രസിഡന്റ് രാജിവെച്ച് പോവുകയുണ്ടായി, പുതിയ വൈസ് പ്രസിഡന്റ് കയറുകയുണ്ടായി. ചോദ്യം വന്നു, സാർ ഇത് കറണ്ട് അഫയേഴ്സ് അല്ലേ എന്ന് ചോദിക്കാൻ പറ്റുമോ? ചോദിക്കാൻ പറ്റില്ല. പേപ്പർ 2 എന്ത് പറയുന്നുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെ, കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ പറയുന്നുണ്ട്, സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് വൈസ് പ്രസിഡന്റ് എന്ത് ചെയ്യാം, വരാം അല്ലെ. രാജ്യസഭയുടെ ചെയർമാനാണ് അദ്ദേഹം അല്ലെ. രാജ്യസഭ എന്ന് പറഞ്ഞാൽ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസിന്റെ എന്താ പറയുന്നത്, പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് കറണ്ട് അഫയേഴ്സിനെ നിങ്ങൾ എന്ത് ചെയ്യണ്ട, തള്ളിക്കളയണ്ട. വരുമോ വരില്ലേ എന്ന് ഉറപ്പിച്ച് ചോദിക്കാൻ പറ്റുമോ? നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ എന്താണ്, കറണ്ട് അഫയേഴ്സ് തിയറിയുമായി ചേർത്ത് ചോദ്യങ്ങൾ വരാമെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആ കാര്യം എന്ത് ചെയ്യുക, പ്രത്യേകം ആലോചിക്കുക. ആർട്ട്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സിലെ കറണ്ട് ഇവന്റ്സ് കൂടി എന്ത് ചെയ്യണം, ഒന്ന് മനസ്സിൽ വെക്കാനായിട്ട് പറ്റുകയാണെങ്കിൽ ശ്രദ്ധിക്കുക. പിന്നെ ബേസിക് കമ്പ്യൂട്ടർ, സിമ്പിൾ അരിത്തമാറ്റിക്, മെന്റൽ എബിലിറ്റി, റീസണിങ്, ഇംഗ്ലീഷും മലയാളവും 13 മാർക്കുകൾ വെച്ചിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നിങ്ങൾ ഓർക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ പേപ്പർ 1 എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല, തമാശ കളിയല്ല എന്ന് വ്യക്തമായി മനസ്സിലാക്കുക. പേപ്പർ 1 എന്ത് ചെയ്യരുത്, ഒരിക്കലും ഉഴപ്പരുത്. മാക്സിമം മാർക്ക് എവിടെ സ്കോർ ചെയ്യണം, പേപ്പർ 1 സ്കോർ ചെയ്യണം. കാരണം എവ്രിബഡി വിൽ ബി സ്കോറിങ് ദെയർ ഹയസ്റ്റ് ഇൻ പേപ്പർ 1. പ്രത്യേകം ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. റെയർ കേസസ്, എക്സെപ്ഷൻസ് ഉണ്ടാകുമായിരിക്കാം. ഭയങ്കര ടഫായി പേപ്പർ 1 ചിലപ്പോൾ, പക്ഷെ അതെന്താണ്, എല്ലാവർക്കും ടഫാണ്. ഓക്കെ, പക്ഷെ ജനറൽ കേസ് എങ്ങനെയാണ്, പേപ്പർ 1 അറിയുന്ന ഒന്നുപോലും അശ്രദ്ധ കൊണ്ട് തെറ്റിക്കരുത്. ഓക്കെ ആണല്ലോ, അതപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു. ഇനി പേപ്പർ കംപ്ലീറ്റ് ചെയ്യണോ എന്നതാണ് അടുത്ത ചോദ്യം.
പേപ്പർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അതിനർത്ഥം അറിയില്ലെങ്കിലും 100 ചോദ്യവും എഴുതി തീർക്കണമെന്നാണോ? അതല്ല അതിൻ്റെ അർത്ഥം. അതിൻ്റെ രീതി എന്താണെന്ന് പറഞ്ഞു തരാം. ഇനി കംപ്ലീറ്റ് ദ പേപ്പർ എന്ന് പറയാൻ കാരണം എന്താ? കംപ്ലീറ്റ് ദ പേപ്പർ എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് അറിയാമായിരുന്നു പക്ഷെ കണ്ടില്ല സാർ. ഇത് സ്ഥിരം വാചകമാണ്. ഒരു പരീക്ഷ കഴിഞ്ഞാൽ എന്ത് പറയും? സാർ അവസാനത്തേക്ക് എത്തിയില്ല, അല്ലെങ്കിൽ എന്ത് ചെയ്തു, പേപ്പറിന്റെ ഒരു 30-35% കഴിഞ്ഞു, പിന്നെ ഞങ്ങൾ നേരെ ബാക്കിലോട്ട് പോയി എന്ത് ചെയ്തു, മലയാളവും ഇംഗ്ലീഷും മാത്സും റീസണിങ് ഒക്കെ ചെയ്യാൻ നോക്കി. ഇടയിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? കുറച്ച് ഭാഗം ഞങ്ങൾക്ക് എന്ത് ചെയ്തില്ല, ഞങ്ങൾ കണ്ടില്ല സാർ. അവിടെ എന്തുണ്ടായിരുന്നു? ഒരു 7-8 അറിയുന്ന ചോദ്യം ഉണ്ടായിരുന്നു. അതുണ്ടായിരുന്നെങ്കിൽ ഞാൻ റാങ്ക് ലിസ്റ്റിൽ കയറിയേനെ. ഇങ്ങനെ 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 എന്ത് ചെയ്യും, കാര്യങ്ങൾ പോകും. അപ്പോൾ കംപ്ലീറ്റ് ദ പേപ്പർ എന്ന് പറയാൻ കാരണം നമ്മുടെ സ്റ്റഡി പ്ലാൻ ത്രൂ ഔട്ട് ഞങ്ങൾ തുടർച്ചയായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യമാണ് എന്ത്? നമ്മൾ സ്റ്റഡി പ്ലാനിൽ 10 ദിവസം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? ഒരു ടെസ്റ്റ് തരാറുണ്ട് അല്ലെ? അതിനിടയിൽ കോഴ്സിന്റെ ഭാഗമായിട്ട് ഒരുപാട് ഫുൾ ടെസ്റ്റുകൾ, സെക്ഷണൽ ടെസ്റ്റുകൾ, ഇത് മുഴുവൻ തരുമ്പോൾ നമ്മൾ പറയുന്ന കാര്യം എന്താണ്? എല്ലാ ടെസ്റ്റിന്റെ ലിങ്ക് തരുമ്പോഴും പറയും ടൈം വെച്ച് നിങ്ങൾ ചെയ്യുക. എന്ത് പറയാറുണ്ട്? ടൈം വെച്ച് ചെയ്യുക. ടൈം മാനേജ്മെന്റ് ആണ് ഈ പരീക്ഷയിൽ നിങ്ങളുടെ റാങ്ക് നിശ്ചയിക്കാൻ പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഒരുപാട് പേര് ഈ പരീക്ഷ എഴുതുന്നുണ്ട് അല്ലെ? അതിൽ പല ആളുകൾക്കും, അതായത് റാങ്ക് ലിസ്റ്റിൽ ഇപ്പൊ എന്താ പറയുക, ഒരു 1000 പേരുടെ റാങ്ക് ലിസ്റ്റ് ഇടാൻ പോവാന്ന് നിങ്ങൾ വെറുതെ വിചാരിക്കും. മനസ്സിലാവുന്നുണ്ടോ? 1000 പേരെ ഉൾപ്പെടുന്നുണ്ട്. ഈ 1000ത്തിന് പുറത്ത് ഒരു 5000 പേർക്കെങ്കിലും ചിലപ്പോൾ ഈ തരുന്ന ചോദ്യങ്ങളൊക്കെ ഒരു 15 മിനിറ്റ് കൂടി കൊടുത്താൽ ചിലപ്പോൾ ഇരുന്നിട്ട് എല്ലാവരും കുറേ അധികം ചോദ്യങ്ങളും കൂടി ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ ഈ തരുന്ന സമയം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? കൃത്യമായി പേപ്പർ കംപ്ലീറ്റ് ചെയ്യണം. എന്താണ് പേപ്പർ കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറയുന്നത് അർത്ഥം? 100ൽ 100 എണ്ണവും എഴുതണം എന്നാണോ ഞാൻ ഈ പേപ്പർ കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറയുന്നത് അർത്ഥം? അതല്ല അതിൻ്റെ അർത്ഥം. ഒരൊറ്റ ചോദ്യം പോലും നിങ്ങൾ എന്ത് ചെയ്യരുത്? കാണാതെ പോകരുത്. 100ൽ 100 നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? 100ൽ 100 നിങ്ങൾക്ക് ആർക്കും എഴുതാൻ പറ്റില്ല. ആർക്കെങ്കിലും അറിയാത്ത കുറച്ച് ചോദ്യങ്ങൾ, ടഫായിട്ടുള്ള ചോദ്യങ്ങൾ അതിലുണ്ടാകും. നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? നിങ്ങൾക്ക് അറിഞ്ഞിട്ട് എളുപ്പമായിട്ട് ആ ചോദ്യം കാണാതെ പോകരുത്. സോ യു ഹാവ് ടു കംപ്ലീറ്റ് ദ പേപ്പർ എന്ന് പറയുമ്പോൾ 100ൽ 100 എണ്ണവും മാർക്ക് ചെയ്യുക എന്നതല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ചോദ്യവും കാണാതെ പോകരുത്. യു ഷുഡ് കംപ്ലീറ്റ്ലി റീഡ് ദ പേപ്പർ. യു ഷുഡ് ഫിനിഷ് റീഡിങ് ദ ക്വസ്റ്റ്യൻ പേപ്പർ. പരീക്ഷ കഴിയുന്ന സമയത്ത് നിങ്ങൾ 100 ചോദ്യവും കണ്ടിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഇത് മനസ്സിൽ ഉറപ്പിക്കുക. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്ത് സംഭവിക്കില്ല, നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന മാർക്കുകൾ നഷ്ടപ്പെടില്ല. അതിനാണ് കംപ്ലീറ്റ് ദ പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ സമയം കൃത്യമായി മനസ്സിൽ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻസ് ചെയ്ത് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ആവശ്യത്തിന് മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ എടുത്തിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ്. അടുത്ത പോയിന്റ്, വാട്ട് ഇഫ് ദ എക്സാം ഈസ് ടഫ്? സ്ഥിരം ചോദ്യമാണല്ലേ സാർ, എക്സാം ടഫായാലോ? ഭയങ്കര ടെൻഷൻ ആവുന്നു. എക്സാം ടഫായാൽ എന്ത് ചെയ്യും? ഞങ്ങൾ ഇത്രയും കാലം പഠിച്ചതാണ്. നിങ്ങൾക്ക് മാത്രമായി ഒരു എക്സാമും ടഫാവില്ല. നിങ്ങൾക്ക് മാത്രമായി ഒരു എക്സാമും ടഫാവില്ല. നിങ്ങൾ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ മനസ്സിലാക്കുക, എക്സാം ടഫായി. അതിനർത്ഥം എന്താണ്? എക്സാം ടഫായി, എല്ലാവർക്കും എക്സാം ടഫായി. നിങ്ങൾക്ക് മാത്രമല്ല എക്സാം ടഫ്, എല്ലാവർക്കും. ഈ കേരളത്തിൽ അന്നേ ദിവസം ഇരുന്ന് പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും എന്തായി മാറി? എക്സാം ടഫായിട്ട് മാറി. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? എക്സാം ടഫായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? വാട്ട് ഷുഡ് ബി ദ സ്ട്രാറ്റജി? എക്സാം ടഫായി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ അറ്റംപ്റ്റ് കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല എന്നാണ്. ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക, ഉള്ളിൽ കയറി നിങ്ങൾ ആവശ്യത്തിന് വൃത്തിയായി പരീക്ഷയെ അനലൈസ് ചെയ്യാണ്ട് എഴുതിയിട്ട് എക്സാം ടഫാണെന്ന് പറഞ്ഞിറങ്ങി വരരുത്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയല്ല ഞാൻ പറയുന്നത്. എക്സാം പ്രോപ്പർലി നിങ്ങൾ കൃത്യമായി, ഇനി ഞാൻ പറയാൻ പോകുന്ന ആ ഒരു 3R ഫോർമുലയൊക്കെ ഉപയോഗിച്ച് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പേപ്പറൊക്കെ ഫിനിഷ് ചെയ്യുന്നു. ദെൻ യു കെയിം ടു ദ കൺക്ലൂഷൻ ആഫ്റ്റർ കൃത്യമായി റാഷണലി സയന്റിഫിക്കലി നിങ്ങൾ ചെയ്ത് അവസാനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുകയാണ് എക്സാം ടഫാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അനാവശ്യമായി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? ഊഹിച്ചെഴുതേണ്ട ആവശ്യമില്ല. അനാവശ്യമായി ചിലതൊക്കെ ഊഹിച്ചെഴുതേണ്ടി വരും. അനാവശ്യമായി ഒരു ബേസും ഇല്ലാണ്ട് കണ്ണടച്ച് കാടടച്ച് വെടിവെക്കരുത്. എങ്ങനെയാണെങ്കിലാണ്? എക്സാം ടഫാണ്. കാരണം എന്താ? എക്സാം ടഫാവുമ്പോൾ സ്വാഭാവികമായും കട്ട് ഓഫ് താഴെ വരും. കട്ട് ഓഫ് താഴെ വരുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആകാൻ പോകുന്ന കാര്യം എന്തായിരിക്കും അറിയോ നിങ്ങൾക്ക്? നെഗറ്റീവ് മാർക്സ് ഏറ്റവും കുറയ്ക്കുന്നതായിരിക്കും അവിടെ ഇമ്പോർട്ടൻ്റ് ആവാൻ പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? മെയിൻസ് എക്സാമുകളിൽ അടിസ്ഥാനപരമായി കട്ട് ഓഫ് എന്തായിരിക്കും? ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ പോലെ ഹയർ ലെവലിലേക്ക് പോവാറില്ല. എപ്പോഴും എന്തായിരിക്കും? കുറച്ച് താഴെയായിരിക്കും. അതുകൊണ്ട് തന്നെ മെയിൻസ് എക്സാമിനേഷൻ്റെ ഒരു ടഫ്നെസ് മനസ്സിൽ കണക്കാക്കിക്കൊണ്ട് എന്ത് മനസ്സിലാക്കുക? ഇഫ് ദ എക്സാം ഈസ് ഓൺ എ ടഫ് സൈഡ്, നിങ്ങൾ എന്ത് ചെയ്യരുത്? അനാവശ്യമായിട്ടുള്ള നെഗറ്റീവ് മാർക്കുകൾ വരുത്തരുത്.
അതായത് നിങ്ങൾക്ക് ഉറപ്പുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യണം, നല്ലപോലെ സ്കോർ ചെയ്യുകയും ഒന്ന് കുറച്ചുകൂടി അറിയാവുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, എലിമിനേഷൻ മെത്തേഡുകളും ഇന്റലിജന്റ് ആയിട്ടുള്ള തിങ്കിങ്ങിലും കൂടെ എന്ത് ചെയ്യുക, ഒന്ന് കണ്ടെത്താൻ ശ്രമിക്കുകയും ഒരു പരിചയമില്ലാത്ത ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, അനാവശ്യമായി കയറിയിട്ട് തൊടാതിരിക്കുക. അതിനർത്ഥം ഒരു 50 ചോദ്യവും അങ്ങനെയാണെന്ന് മനസ്സിലങ്ങ് വിചാരിച്ച് ചെയ്യണമെന്നല്ല പറയുന്നത്. അർത്ഥം എന്താണ്, വളരെ ടഫായിട്ടുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഐഡിയയും കിട്ടില്ല, ഇത് നോക്കിയിട്ടൊന്നും മനസ്സിലാവുന്നില്ല, വിട്ടേക്കുക. അതിൽ കയറിയിട്ട് എന്ത് ചെയ്യണ്ട, ഗാമ്പിൾ ചെയ്യരുത്, പ്രത്യേകിച്ച് എക്സാം ടഫായാൽ. കാരണം എന്താണ്, എക്സാം ടഫ് ആകുമ്പോൾ അതിൻ്റെ അർത്ഥം എല്ലാവർക്കും കുറച്ച് മാർക്ക് കുറവായിരിക്കും. നിങ്ങളുടെ കിട്ടിയ പ്രീഷ്യസ് മാർക്കുകൾ എന്ത് ചെയ്യരുത്, ഒരിക്കലും അനാവശ്യമായി കളയരുത്. സോ ഒരു കാര്യം കൂടി പ്രത്യേകം പറയട്ടെ, ദർ ഷുഡ് ബി എ ബാലൻസ്. അപ്പൊ രണ്ട് കാര്യങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞു അല്ലെ, കഴിഞ്ഞ സ്ലൈഡിലും ഇതിലും ഞാൻ രണ്ട് ഓപ്പോസിറ്റ് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് പറഞ്ഞു നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് വായിച്ചെത്തണം, പരമാവധി ചെയ്യാൻ നോക്കണം. ഇവിടെ പറയുന്നു എന്ത് ചെയ്യുന്നു, നിങ്ങൾ അനാവശ്യമായ റിസ്ക് എടുക്കരുത്. ഇതിന്റെ ബാലൻസ് എങ്ങനെയാണ്, അത് ഞാൻ സ്റ്റഡി പ്ലാൻ തുടങ്ങിയപ്പോൾ മുതൽ നിങ്ങളോട് പറയുന്ന കാര്യമാണ്. നിങ്ങൾ പരമാവധി എക്സാമുകൾ എഴുതി ശീലിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലാകും, ഈ എക്സാം ടഫ് സൈഡാണോ ഈ എക്സാം ഈസി സൈഡാണോ എന്നുള്ള ഐഡിയ കിട്ടും നിങ്ങൾക്ക്. മനസ്സിലാകുന്നുണ്ടോ? അത് നിങ്ങൾ ഓൾറെഡി നമ്മുടെ സ്റ്റഡി പ്ലാനൊക്കെ ഫോളോ ചെയ്ത ആളുകൾക്ക് കിട്ടിയിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുകയാണ്. ഒരു ബാലൻസിൽ പോവുക, എക്സാമിന്റെ രീതി അനുസരിച്ച് നോക്കൂ, ഞാൻ പറയാം, ഒരു അറൗണ്ട് ഒരു 80 ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യണം, നല്ല രീതിയിൽ അറ്റംപ്റ്റ് ചെയ്യണം. നല്ല രീതിയിൽ വെറുതെ അറ്റംപ്റ്റ് ചെയ്യല്ല, വളരെ ഇന്റലിജന്റായി വൃത്തിയായിട്ട് അറ്റംപ്റ്റ് ചെയ്യണം. പിന്നെ ബാക്കിയുള്ള ഒരു 20 എണ്ണം വരുന്നില്ലേ, പിന്നെ ബാക്കിയുള്ള ഒരു 20 എണ്ണം വരുന്നുണ്ടാവുമല്ലോ, ആ 20 എണ്ണം എന്ത് ചെയ്യുക, ഭയങ്കര ടഫർ സൈഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ബാക്കിയുള്ള 20 എണ്ണം. അതെന്ത് ചെയ്യുക, ബാലൻസ്ഡ് ആയിട്ട് എഴുതുക. എക്സാമിൻ്റെ ഒരു രീതി നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ച് എന്ത് ചെയ്യുക, എഴുതുക. അത് ഭയങ്കര ഇൻഡിവിജ്വലിസ്റ്റിക് ആണ്. അതെനിക്ക് ജനറൽ ആയിട്ട് ഒരു റൂൾ അവിടെ പറയാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞാൽ ഞാൻ വെറുതെ നിങ്ങളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി എന്തോ പറയുന്ന പോലെ മാറും. മനസ്സിലാവുന്നുണ്ടോ? ടഫർ സൈഡ് ആയിട്ടുള്ള 20 എണ്ണം എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ എക്സാമിന്റെ പെർഫോമൻസ് അനുസരിച്ച് എന്ത് ചെയ്യണം, എഴുതാം. നല്ല പോലെ നിങ്ങൾക്ക് കുറേ അധികം എഴുതാൻ പറ്റി, കുറേ അധികം ക്വസ്റ്റ്യൻസ് നിങ്ങൾ നല്ലപോലെ ശരിയാക്കിയിട്ടുണ്ടെന്നൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്ന വളരെ നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ലാത്ത 20 ക്വസ്റ്റ്യൻസിലേക്കും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒന്നൊരു ഗാംബ്ലിങ്ങിലേക്ക് പോവാം. വേണമെങ്കിൽ മാത്രം ആലോചിക്കുക, ഇൻഡിവിജ്വലിസ്റ്റിക് ആണ്. ആ 20 ക്വസ്റ്റ്യൻ എനിക്ക് ജനറൽ റൂൾ പറയാൻ പറ്റില്ല, ജനറൽ റൂൾ ഇല്ല അതിൽ, അത് നിങ്ങളാണ് നിശ്ചയിക്കേണ്ടത്. പറഞ്ഞ ഐഡിയ കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എക്സാം ടഫാണെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഒരു ബുദ്ധിയിലൂടെ എന്ത് ചെയ്യുക, കാര്യങ്ങളെ നേരിടാനായിട്ട് ശ്രദ്ധിക്കുക. അവസാനത്തെ ഭാഗം 3R ഫോർമുല. R സ്റ്റാൻഡ്സ് ഫോർ റൗണ്ട്. ഇതിനെ ഞാൻ എന്താ പറയുക, റീഡ്, റൺ, റിവൈസ് എന്നൊക്കെ ഇടയ്ക്ക് പിള്ളേരോട്, ചിലർ പേഴ്സണലി മെസ്സേജ് അയക്കുന്ന പിള്ളേരോട് റീഡ്, റൺ ആൻഡ് റിവൈസ് എന്നൊക്കെ പറയാറുണ്ട്. തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാം, റൗണ്ട് മാത്രം. റീഡ്, ദെൻ എന്ത് ചെയ്യുക, റൺ, ദെൻ എന്ത് ചെയ്യുക, റീവിസിറ്റ്, അല്ലെങ്കിൽ എന്താണ്, റിവൈസ് ദ പേപ്പർ എന്ന് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. റീവിസിറ്റ് എടുക്കാം. അപ്പൊ ആദ്യത്തെ ഭാഗം എന്താണ്, റീഡാണ്. എന്താണ് റീഡ് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമായിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാകും അതിൽ അല്ലെ, അത് വായിക്കുക, എഴുതുക. റീഡ്, വായിക്കുക, എഴുതുക, അങ്ങനത്തെ ചോദ്യങ്ങൾ ഉണ്ടാകും. അപ്പൊ 100 ചോദ്യങ്ങൾ നിങ്ങൾ ഓടിയെത്തണം. സോ 3R റൗണ്ട് 1. ഓക്കെ, ആദ്യത്തെ 6 റൗണ്ട് 1. റൗണ്ട് 1 എന്താണ്, റീഡ് ആൻഡ് ആൻസർ. വായിക്കുന്നു, ഈ ആൻസർ എനിക്കറിയാം, എഴുതുന്നു, പോകുന്നു. വായിച്ചു, കൺഫ്യൂഷനായി, നോക്കണ്ട, എന്ത് ചെയ്യുക, അതിന്റെ സൈഡിൽ എന്ത് ചെയ്യുക, ഒരു ചോദ്യം നിങ്ങൾ നോക്കുകയാണ്. മനസ്സിലാവുണ്ടോ? ഒന്നാമത്തെ ചോദ്യം, രണ്ടാമത്തെ ചോദ്യം, മൂന്നാമത്തെ ചോദ്യം എന്ത് ചെയ്തു, റീഡ് ചെയ്തു, ആൻസർ കിട്ടി, ആൻസർ കിട്ടി, ആൻസർ കിട്ടി. 4ാമത്തെ ചോദ്യത്തിലേക്ക് നിങ്ങൾ എത്തി. 4ാമത്തെ ചോദ്യത്തിലേക്ക് എത്തിയ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായി, ഇതെന്താണ്, ഇത് എനിക്കറിയാം. എന്താണ്, ഇതെനിക്കറിയാം. ഏതാണ്ട് ഒന്ന് സമയം ചിലവാക്കിയാൽ, ചിലപ്പോൾ മാത്സ് ആയിരിക്കാം, അല്ലെങ്കിൽ GK ഭാഗം തന്നെ ആയിരിക്കാം, ഒന്ന് എന്ത് ചെയ്യണം, ഒന്നുകൂടി വൃത്തിയായിട്ട് നോക്കിയാലേ ഉള്ളൂ. പക്ഷെ എനിക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആൻസറബിൾ ആണ്. പക്ഷെ എന്താണ്, ആൻസറബിൾ ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക അറിയോ, സൈഡിൽ എന്ത് ചെയ്യുക, ഒരു എന്ത് എഴുതിയേക്കുക, C എഴുതുക. അതായത് ചാൻസ് ഉണ്ട്. നിങ്ങളുടെ ഇഷ്ടമുള്ള ലെറ്റർ എഴുതിക്കോളൂ. ഓക്കെ, ദർ ഈസ് എ ചാൻസ് എന്ന രീതിയിൽ ഒരു C എഴുതി വെച്ചേക്കുക. അപ്പോൾ നിങ്ങളെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും ആ ക്വസ്റ്റ്യൻ മുഴുവൻ, ഇത് നല്ല ക്വസ്റ്റ്യൻ ആണോ അതോ ചാൻസ് ഇല്ലാത്ത ക്വസ്റ്റ്യൻ ആണോ നോക്കണ്ട, ചാൻസ് ഉണ്ട്, ഒരു C എഴുതി വയ്ക്കുക, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക. 5 പോയി, 6ലേക്ക് പോയി, 5 കിട്ടി, 6ൽ എന്തോ ഒരു സംശയം. പക്ഷെ ഇതെന്താണ്, ഇത് ചാൻസ് കുറവാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇതെന്താണ്, ഇത് കുറച്ച് ടഫർ സൈഡാണ്, കിട്ടുന്നില്ല. സൈഡിൽ എന്ത് എഴുതിയേക്കുക, നിങ്ങളത് ആൻസർ ചെയ്തിട്ടില്ല, T എഴുതിയേക്കുക. Tയുടെ അർത്ഥം എന്താണ്, ടഫാണ്. അതിലെന്ത് ചെയ്യരുത്, അധികം എന്ത് ചെയ്യരുത്, സമയം നിങ്ങൾ ചിലവാക്കണം. ഭയങ്കര ടഫ് സൈഡാണ്, കിട്ടാനുള്ള സാധ്യത കുറച്ച് കുറവാണ്. ഇങ്ങനെ എഴുതി ഇങ്ങ് പോവുക. ആൻസർ എഴുതുന്നു, ആൻസർ കിട്ടാത്ത ചോദ്യങ്ങളെ 2ആയി നമ്മൾ തിരിക്കുന്നു. ഒന്ന് ചാൻസ് ഉണ്ട്, ദർ ഈസ് ചാൻസ്, C എഴുതുക. അതിൽ നിങ്ങളുടെ ലോജിക്കിൽ എന്താണ് ഒരു ലെറ്റർ തോന്നുന്നത്, ആ ലെറ്റർ അവിടെ എഴുതിയേക്കുക. മനസ്സിലാണോ? ചാൻസ് ഉണ്ട്, ഒരു C എഴുതുന്നു, ബ്രാക്കറ്റ് ചെയ്യുന്നു, അവിടുന്ന് വിട്ടുപോകുന്നു. അടുത്ത ചോദ്യത്തിന്റെ സൈഡിൽ എന്ത് ചെയ്യുന്നു, T എഴുതുന്നു. T ഫോർ
ടഫാണ്. അപ്പൊ എന്ത് ചെയ്യരുത്, സെക്കൻഡ് റൗണ്ട് വരും. അതേതാണ്? അത് റൗണ്ട് 2 ആ. റൗണ്ട് 1 നമ്മൾ എന്ത് ചെയ്യുകയാണ്? റൗണ്ട് 1 നമ്മൾ റീഡ് ചെയ്യുന്നു, ബബിൾ ചെയ്യുന്നു. റീഡ്, ബബിൾ, റീഡ്, ബബിൾ. സോ ഫസ്റ്റ് ആർ ഗോസ് ഫോർ റൗണ്ട് 1 ആൻഡ് റീഡ്. ഓക്കെ ആണല്ലോ? വായിക്കുന്നു, ആൻസർ എഴുതുന്നു. അപ്പൊ എന്ത് ചെയ്തു? നിങ്ങൾ 100 ചോദ്യവും ഇങ്ങനെ ഓടിച്ചെത്തണം. നോക്കൂ, ഇങ്ങനത്തെ ചോദ്യങ്ങൾ കുറേ അധികം ഉണ്ടാവില്ല. മനസ്സിലാവുണ്ടോ? ആദ്യത്തെ ഒരു 20 മിനിറ്റ് 25 മിനിറ്റ് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് വായിച്ച് വേഗം എഴുതാൻ പറ്റുന്ന ഭാഗങ്ങൾ എന്ത് ചെയ്യണം? വേഗം 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 എന്ത് ചെയ്യണം? എഴുതി വരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. ഇത് എക്സാം നല്ലപോലെ എഴുതിയിട്ടേ നിങ്ങൾക്ക് ഇതിനുള്ള എബിലിറ്റി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അറിയുന്ന ചോദ്യങ്ങൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് റൗണ്ടിൽ എന്ത് ചെയ്യുക? പൂർത്തിയാക്കുക. സോ ദാറ്റ് ഞാൻ 20-25 മിനിറ്റ് എന്ന് എൻ്റെ ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു സമയം അങ്ങ് നിങ്ങളോട് പറഞ്ഞതാണ്. മോസ്റ്റ്ലി ഇത് എന്ത് ചെയ്യാൻ ഇതിലും കൂടുതൽ സമയം എടുക്കും. മനസ്സിലാവുണ്ടോ? മോസ്റ്റ്ലി പ്രാക്ടിക്കലി എന്ത് ചെയ്യും? ഇത് അരമണിക്കൂറിൽ കൂടുതൽ ഇത് എടുക്കും. മനസ്സിലാവുണ്ടോ? കാരണം നന്നായിട്ട് പ്രിപ്പയർ ചെയ്തൊരു കുട്ടി മെയിൻസ് എക്സാമിനേഷൻ എഴുതാതിരിക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാകും ഉറപ്പായിട്ടുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? 100 ചോദ്യത്തിലെ ഒരു 35 ചോദ്യങ്ങളൊക്കെ എങ്കിലും, ഒരു 35 ചോദ്യമൊക്കെ നിങ്ങൾക്ക് എന്താണ്? ഇതുപോലെ മാത്സ് ഉണ്ട് അല്ലെ, മലയാളം ഉണ്ട്, ഇംഗ്ലീഷ് വരുന്നുണ്ട്, മെന്റൽ എബിലിറ്റി വരുന്നുണ്ട്, കുറച്ച് കമ്പ്യൂട്ടർ ഉണ്ട് അല്ലെ, പൊളിറ്റി വരുന്നുണ്ട്. ഇതെന്നൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറെ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഇതെല്ലാം കൂടി ചേർത്ത് ഒരു 10, 35, 40 മാർക്കിന്റെ ഒരു 35 മാർക്കിന്റെ അടുത്ത് എന്ത് ചെയ്യണം? നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് റൗണ്ട് എന്തായി? വിജയകരമായിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇനി 35 കിട്ടിയില്ലെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അടുത്ത റൗണ്ടിൽ നമുക്ക് എന്ത് ചെയ്യും? കിടക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് റീഡ് കഴിഞ്ഞു. ദെൻ അടുത്തത് കുറച്ച് സ്പീഡ് കൂട്ടി എന്ത് ചെയ്യണം? യു ഹാവ് ടു റൺ. യു ഹാവ് ടു റൺ. എന്താണ്? റൗണ്ട് 2 നമുക്ക് എന്താണ്? കുറച്ചുകൂടി സ്പീഡിൽ പോകേണ്ടി വരും. പക്ഷെ ഇവിടുത്തെ ഇതെന്താ? ഈ ചാൻസ് ആണ്. ഈ ചാൻസ് എന്ന് പറഞ്ഞാൽ റൺ പറയുന്നേ നിങ്ങൾ ഒരു തവണ കണ്ടിട്ടുള്ള ചോദ്യങ്ങളാണത്. മനസ്സിലാവുന്നുണ്ടോ? അത് നിങ്ങൾ 1.25 മണിക്കൂർ മറ്റൊരു ചിന്തയും നിങ്ങളുടെ മനസ്സിൽ പാടില്ല. മനസ്സിലാവുന്നുണ്ടോ? ഒരു ചിന്തയും പാടില്ല. അവിടെ അതാണോ ഈ എക്സാം ടഫായി, എൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു, അയ്യോ ഞാൻ മറ്റേ ദിവസം സിനിമയ്ക്ക് പോയല്ലോ, അന്ന് എനിക്ക് പഠിക്കാമായിരുന്നല്ലോ. നത്തിങ്. 1.25 മണിക്കൂർ എക്സാം മാത്രം. സോ നിങ്ങൾ ഓൾറെഡി ഒരു തവണ വായിച്ച ചോദ്യമാണ് അല്ലെ, ഈ സി ഉണ്ട്, അതിൽ ചാൻസ് ഉണ്ട്. അത് നിങ്ങൾക്ക് ഓർത്തിരിക്കണം. അതിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? ആദ്യത്തെ ക്വസ്റ്റിൻ്റെ അത്രയും സമയം നിങ്ങൾ കളയരുത്. യു ഹാവ് ടു റൺ. മനസ്സിലാവുണ്ടോ? എന്ത് ചെയ്യണം? വേഗത്തിൽ ഒന്നുകൂടി നോക്കുന്നു. ഓക്കെ, ഒന്നുകൂടി എന്ത് ചെയ്തു? അത് കൃത്യമായി മനസ്സിലാക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ അത് വേഗത്തിൽ ആൻസർ പറ്റുന്നതാണെങ്കിൽ എന്ത് ചെയ്യുക? എഴുതി പോവുക. കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യുക? ഒരു ഇൻറ്റു കൂടി അവിടെ ഇട്ട് എന്ത് ചെയ്യുക? പോയേക്കുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ചാൻസ് ഉണ്ട് എന്ന് തന്ന ആ ചോദ്യങ്ങൾ എന്ത് ചെയ്യുക? കവർ ചെയ്യാനാണ് റൗണ്ട് 2 എന്ന് പറയുന്നത്. റൗണ്ട് 3 ദ ഫൈനൽ റീവിസിറ്റ് ആണ്. എന്താണ്? ഒരു റീവിസിറ്റ്. ഇനിയും നിങ്ങൾക്ക് കിട്ടാത്ത ചോദ്യങ്ങളില്ലേ, ആ ചോദ്യങ്ങളെ ഒരു ഫൈനൽ റീവിസിറ്റിംഗ് നടത്തലാണ് റൗണ്ട് 3. 3 3 ആറുകൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആ അവസാനത്തെ റൗണ്ട് നിങ്ങൾ ഒരു 10 മിനിറ്റ് എന്ത് ചെയ്താൽ മതി? അതിന് വെച്ചാൽ മതി. ലാസ്റ്റ് ഒരു 10 മിനിറ്റ് അതിന് വെച്ചാൽ മതി. അതിലും കൂടുതൽ അതിന് ഒരിക്കലും കൊടുക്കരുത്. ബാക്കിയുള്ള നിങ്ങൾ റൗണ്ട് 2 അതിന് മുമ്പ് അത് നിങ്ങൾ ശരിയാക്കിക്കൊണ്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ ഇരുന്നോളൂ, ഒരു കുഴപ്പമില്ല. ഫൈനൽ റൗണ്ട് എന്ന് പറയുന്നത് 5 മിനിറ്റ് മുതൽ 10 മിനിറ്റ് മാത്രമേ അതിന് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. കാരണം എന്താണ്? അത് നിങ്ങൾക്ക് ഭയങ്കര ടഫായിട്ടുള്ള ഭാഗങ്ങളാണ്. അതിന് വേണമെങ്കിൽ 10 മിനിറ്റും കൊടുക്കേണ്ട ആവശ്യമില്ല. എന്ത് കൊടുത്താൽ മതി? 5 മിനിറ്റ് കൊടുത്താലും വേണമെങ്കിൽ എന്താണ്? വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ 10 മിനിറ്റ് നിങ്ങൾക്ക് ബാക്കിയാവുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഓൾറെഡി ഇത് തീർക്കാൻ ശ്രമിക്കുക. അതിന് വേണ്ടത് കോൺസെൻട്രേഷൻ ആണ്. മറ്റൊരു ചിന്തയും പാടില്ല. എക്സാമിന് അവിടെ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യരുത്? കിടത്ത പേപ്പർ അനലൈസ് ചെയ്യുക. അയ്യോ ഇയാൾ എന്തിന് ഇങ്ങനത്തെ ചോദ്യം ഇട്ടു, അയ്യോ എനിക്ക് നേരത്തെ ഒരു അരമണിക്കൂർ കൂടി നേരത്തെ പഠിക്കാമായിരുന്നല്ലോ. അവിടെ ഒന്നും പാടില്ല. കോൺസെൻട്രേറ്റ് ഓൺ ദ ക്വസ്റ്റ്യൻ പേപ്പർ. എന്ത് ചെയ്യുക? ഫസ്റ്റ് റൗണ്ട് റീഡ് ആൻഡ് റൈറ്റ്, ബബിൾ ഫസ്റ്റ് റൗണ്ട്. സെക്കൻഡ് റൗണ്ട് റൺ ത്രൂ ദ ക്വസ്റ്റ്യൻ പേപ്പർ. ഓൾറെഡി നമ്മൾ സി മാർക്ക് ചെയ്തിട്ടുള്ള സാധനങ്ങളോട് പോയിട്ട് അതിൽ നിന്ന് മാക്സിമം എന്താണ് ശരി ഉത്തരങ്ങൾ നമ്മൾ സംഘടിപ്പിക്കുന്നു. തേർഡ് റൗണ്ട് എന്ത് ചെയ്യുകയാണ്? യു റീവിസിറ്റ് ഫോർ ദ ഫൈനൽ 10 മിനിറ്റ്സ് എന്ത് റീവിസിറ്റ് ചെയ്യുക. ആ ടഫായിട്ടുള്ള സ്ഥലത്ത് നിന്ന് ഒന്നും കൂടി എന്തെങ്കിലും നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അതും കൂടി നേടുക. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യം എന്താ അറിയോ? നിങ്ങൾക്ക് ഷുവറായിട്ടും കിട്ടേണ്ട, നിങ്ങൾക്ക് അറിയാമായിരുന്ന ഒരു ചോദ്യം പോലും നിങ്ങൾ എന്ത് ചെയ്യില്ല? നിങ്ങളെ മിസ്സാക്കില്ല. ഒരു മാർക്ക് പോലും എക്സാം കഴിഞ്ഞിട്ട് സാർ ആ ക്വസ്റ്റ്യൻ ഞാൻ കണ്ടില്ല, അതെനിക്കൊരു 5 ക്വസ്റ്റ്യൻ എനിക്ക് അറിയുന്നത് ഇടയിലുണ്ടായിരുന്നു, അത് ഞാൻ ശരിയാക്കിയിരുന്നെങ്കിൽ എൻ്റെ റാങ്ക് തന്നെ ചിലപ്പോൾ മാറിയേനെ, ജോലി കിട്ടിയേനെ. ഇങ്ങനത്തെ ഒരു പ്രശ്നമേ വരുന്നില്ല. കാരണം എന്ത് ചെയ്യുന്നുണ്ട്? യു ആർ കംപ്ലീറ്റിംഗ് ദ പേപ്പർ യൂസിങ് ദിസ് 3R ഫോർമുല. മനസ്സിലാവുന്നുണ്ടോ? സോ ഡു ദിസ്. ഇത് ശീലമാക്കുക. ഈ രീതിയിൽ എന്ത് ചെയ്യുക? എക്സാം എഴുതുക. ഞാൻ ഉറപ്പ് തരാം, നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള ഒരു ചോദ്യം പോലും എന്ത് ചെയ്യില്ല, നിങ്ങളുടെ കണ്ണിൽ പെടാതെ പോവില്ല. സോ അടുത്ത 2 ദിവസം ഒരു 1, 2, 3 ടെസ്റ്റുകൾ എന്ത് ചെയ്യുക? ഈ രീതിയിൽ ചെയ്ത് നോക്കുക. നിങ്ങൾ ശീലമാക്കുക. ഒരു 3 ടെസ്റ്റ്, നാളെയും മറ്റന്നാളായിട്ട് ഒരു 4 ടെസ്റ്റ്. രാവിലെ ഒരു ടെസ്റ്റ് ചെയ്യുക, ഉച്ചയ്ക്ക് ശേഷം ഒരു ടെസ്റ്റ് ചെയ്യുക. അടുത്ത ദിവസവും രാവിലെയും ഉച്ചയ്ക്കും ഓരോരോ ടെസ്റ്റുകൾ ചെയ്യുക.
റിസൾട്ട് എന്തോ ആകട്ടെ, ഈ രീതി ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ശീലമാക്കുക. ഓൾറെഡി ഞാൻ ഈ വീഡിയോ ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഓൾറെഡി കണ്ട ആളുകൾ, ഇത് ഓൾറെഡി ശീലമാക്കിയിട്ടുള്ള കുറേ ആളുകളുണ്ട്. കുറേ പേര് പ്രിലിംസ് കഴിഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര യൂസ്ഫുൾ ആയി, സാധാരണ മാർക്ക് പോകേണ്ട കുറേ സ്ഥലങ്ങളൊന്നും പോയില്ല, കാരണം എല്ലാം ഞാൻ വായിച്ചെത്തി, അതുകൊണ്ട് എന്താണ് കുറേ എന്താ പറയുക സാധാരണ ആയിരുന്ന പോലെ മാർക്കുകൾ നഷ്ടമായില്ല എന്നൊക്കെ കുറേ മെസ്സേജുകൾ വന്നിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യുക, 3R ഫോർമുല ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഓക്കെ ആണല്ലോ. ഉറപ്പായും കിട്ടുന്ന മാർക്കുകൾ ഗ്രാബ് ചെയ്യുക, അത് നഷ്ടപ്പെടുത്തരുത്. മെയിൻസ് ആണ്, ഓരോ മാർക്കും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ മനസ്സിൽ വെക്കണം. പറഞ്ഞ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ഓർക്കുക. ടഫായാൽ എല്ലാവർക്കും ടഫാണെന്ന് മനസ്സിലാക്കുക. നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ വൃത്തിയായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, സ്റ്റഡി പ്ലാൻ നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും നമ്മൾ എന്താണ് റെഡിയാണ്. ടെൻഷൻ ഇല്ലാതെ സുഖമായി സുന്ദരമായിട്ട് എക്സാം ഹാളിലേക്ക് കയറുക, ടെൻഷൻ ഫ്രീ ആയിട്ട് എക്സാം എഴുതുക, തിരിച്ചു വരിക. കാണാം. All the best everyone. Thank you very much for listening.